അതിനകത്ത് ഇന്ദ്രൻ ചേട്ടൻ വരാൻ കാരണം ഞാൻ പൂവങ്കോഴി കൂകി കിട്ടോ, കൂക്കിന് ഞാൾ എണീച്ച് കിട്ടോ, കട്ടൻ ചായ കുടിച്ച് കിട്ടോട്ടോ, പുട്ടിന് തേങ്ങ നിറച്ച് കിട്ടോ, കൂട്ടാൻ കടലക്കറിയാണ് കിട്ടോ, വിളമ്പിയപ്പം അത് കഞ്ഞായി കിട്ടോ, ഹെൽമെറ്റ് ഇല്ലാണ്ട് ഓടി കിട്ടോ, ഫൈൻ 500 കിട്ടി കിട്ടോ, ഹെൽമെറ്റിന് 300 ഉള്ളൂ കേട്ടോ. അന്ന് നമ്മൾ അതിലൂടെ പറഞ്ഞത് അന്ന് ഹെൽമെറ്റ് ഇല്ലാണ്ട് ഓടിക്കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ കിട്ടും. അന്ന് 10-300 രൂപ കൊടുത്താൽ ഹെൽമെറ്റ് വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് നീ ഫൈൻ അടയ്ക്കേണ്ട, ഹെൽമെറ്റ് വെച്ചോ. ഒരു ബോധവൽക്കരണം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് അതിനകത്ത് ചെയ്തത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ പാടിയെടുത്ത് പിന്നെ പൂവങ്കോഴി കൂകി കിട്ടോ, കൂക്കിന് ഞാൾ എണീച്ച് കിട്ടോ, കട്ടൻ ചായ കുടിച്ച് കിട്ടോട്ടോ, ഇത് ഫൈനൽ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ്റെ സൗണ്ട് പോലെ വന്ന്. അപ്പോൾ അവിടെ ലഡു പൊട്ടി. ഇന്ദ്രൻ ചേട്ടനെ കിട്ടി. അപ്പോൾ ഇന്ദ്രൻ ചേട്ടന് എങ്ങനെ കണക്ഷൻ ഉണ്ട്, പരിചയമുണ്ട്. എനിക്ക് ഇന്ന് നിങ്ങളെ മുന്നിലിരിക്കുമ്പോൾ കിട്ടിയ അതേ സന്തോഷമാണ് അവിടെയും കിട്ടിയത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സുൽഫിക, പുള്ളിയെ ബഹ്റൈനിൽ വെച്ചിട്ട് ഇന്ദ്രൻ ചേട്ടനെ ഒരു കൂട്ടാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ കിണ് പുള്ളിയുടെ നാട്ടുകാരനാന്ന് പറഞ്ഞപ്പം എന്നെ ഭയങ്കര ഇഷ്ടമാണ്, പുള്ളി ആ പാട്ടിൻ്റെ ഫാനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കോഴിക്കോട് വെച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാണാൻ ഇടയായി. അവിടുന്ന് എൻ്റെ അടുത്ത് ലൈവായിട്ട് പറഞ്ഞു, ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അത് കേട്ടോടുകൂടി തന്നെ ഞാൻ കാരണം ഇന്ദ്രൻ ചേട്ടനെ പോലത്തെ ഒരാളത് പറയുമ്പോൾ അപ്പോൾ കെട്ടിപ്പിടിച്ച് കോഴിക്കോട് സാസോൾ റെസിഡൻസിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വർക്കിനകത്തേക്ക് ഞാൻ അഭിനയിക്കാൻ വരുമെന്ന് ചോദിച്ചു. പക്ഷേ രജനീഷ് ചേട്ടാ ഒന്നും പറയാനില്ല കേട്ടോ, ഇപ്പോഴല്ലേ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഭവങ്ങൾ അറിയാൻ തുടങ്ങി. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അന്ന് അറിഞ്ഞിട്ടുണ്ട്. ഒരു സാധാ ഒരു കലാകാരനെ പോലെ വന്ന് പൈസ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് തന്ന സ്നേഹം, പരിഗണന, പുള്ളിയുടെ ഇടയിൽ ഞാൻ വലിയ ആർട്ടിസ്റ്റും പുള്ളി അങ്ങനെ ശരിക്കും എൻ്റെ പ്രാർത്ഥനയിൽ മൂപ്പരുണ്ടാവും. കാരണം അന്ന് ചെറിയൊരു കലാകാരനായിട്ടുള്ള എന്നെ വലിയൊരു കലാകാരനായിട്ടുള്ള ആ ഒരു വ്യക്തി സഹായിച്ചതിൽ ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാവും. കാരണം അതിലും വലുത് എനിക്ക് പറയാനില്ല. അങ്ങനെയാണ് ആ ഒരു വർക്ക് ഉണ്ടാവുന്നത്. ആ വർക്കിനകത്ത് മിസ്റ്റർ ഇന്ത്യ പട്ടം അടിച്ച ആളാണ് അതിനകത്ത് പിന്നെ അഭിനയിക്കാൻ വന്നത്. പിന്നെ ഒരു സാബിത്ത്, ഇവരൊക്കെ ജിംനേഷ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അങ്ങനെയാണ് ആ ഒരു വർക്ക് ഉണ്ടാവുന്നത്. അത് കിരൺ ടി വിയിൽ എന്താ പറയുക, ഫുൾ ടൈം അൺലിമിറ്റഡ് ആയിരുന്നത് ആ ഒരു പാട്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ നിർത്തടയെന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ സാമ്പത്തികമായിട്ട് നിങ്ങൾ മെച്ചപ്പെടുന്നുണ്ടായിരുന്നില്ലേ? നല്ല സെറ്റായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ലൈഫാണ്. കാരണം ഞാൻ 8ാം ക്ലാസ് കഴിഞ്ഞ്, എൻ്റെ ഫാദർ ചെറുപ്പത്തിലേ മരിച്ചിട്ടുണ്ട്, തലശ്ശേരിക്കാരനാണ്. 8ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 10ാം ക്ലാസ്സിലേക്ക് സാമൂതിരി ഹൈസ്കൂളിലേക്ക്, ടൗണിലാണ്, സിറ്റിയുടെ നടുക്കാണ്, ആ സ്കൂളിലേക്ക് ചേക്കേറി. സാമ്പത്തിക പ്രയാസം, ബുദ്ധിമുട്ടൊക്കെ കാരണം ഉമ്മയുടെ എളാപ്പയുടെ കൂടെ പച്ചക്കറി മാർക്കറ്റിലേക്ക് വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് യൂണിഫോം അയച്ചിട്ട് കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോകും. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഈ എക്സിബിഷനിലേക്ക് അനൗൺസ് ചെയ്യാൻ പോകും. പേര് കേട്ട പന്തൽ കോൺട്രാക്ടർ ഉംറാസ് എൻ്റർപ്രൈസസ് അവരുടെ മകനാണ് എന്നെ കൊണ്ടുപോയതൊക്കെ. അങ്ങനെയാണ് ഈ അനൗൺസ്മെൻറ്റിനോട് ഇഷ്ടം വരുന്നത്. കുറേ ഡബ്ബിങ് ആർട്ടിസ്റ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറുന്ന അവിടുന്ന്. അങ്ങനെ അവിടുന്ന് ഫ്രൂട്ട്സ് കച്ചവടം ചെയ്ത് പിന്നെ പുതിയ സ്റ്റാൻഡിലേക്ക് മാറി. പിന്നെ എനിക്ക് ഒരു ഓട്ടോ എടുത്തു തന്ന്, പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറായി. സത്യം പറഞ്ഞ ഒരു സിറ്റിക്കകത്ത് തന്നെയാണ് മൊത്തം ലൈഫ് ചെറുപ്പം മുതലേ. അവിടുന്ന് പിന്നെയാണ് ദിൽഹെ ഫാത്തിമ. അതിൻ്റെ മുന്നേ കുറച്ച് കാസറ്റുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളും ചേർന്നിട്ടൊക്കെ, പരാജയമൊക്കെ ആയിരുന്നു അത്. അതിൽ ദിൽഹെ ഫാത്തിമ ഇറക്കിയോട് കൂടിയിട്ടാണ് വില്യന് സജേട്ടൻ എനിക്ക് എൻ്റെ ലാഭത്തിൽ നിന്ന് എനിക്കൊരു കട വാങ്ങിത്തരുന്നത്. എൻ്റെ കാശിന് തന്നെ എനിക്കൊരു കട എടുത്തു തന്നു. അവിടെ മുതൽ പിന്നെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി. അദ്ദേഹത്തോട് ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു കോഴിക്കോട്ടൻ എന്നൊരു ജ്യേഷ്ഠൻ്റെ സ്ഥാനം തന്നിട്ടുണ്ട്. നമ്മുടെ ലൈഫൊക്കെ അങ്ങനെയാണ്. അത് തന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ മികച്ചത് ചെയ്യാം എന്നുള്ളതാണല്ലോ. നമ്മൾ പിന്നെ സ്വപ്നം കാണാൻ തുടങ്ങും, ഇന്ന സ്ഥലത്ത് എത്താൻ തുടങ്ങും. അങ്ങനെ പിന്നെ ഷോകൾ കൂടി, സ്റ്റേജ് ഷോകൾ കൂടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വർക്ക് ഇറക്കാനുള്ള ആഗ്രഹങ്ങൾ വന്നു. പിന്നെ അതിന് ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സാമ്പത്തികമായിട്ടും ലൈഫിൽ ഫ്ലൈറ്റ് യാത്ര, ഗൾഫ് യാത്ര, വലിയ വലിയ റൂമുകൾ, ജീവിതത്തിൽ ഫുട്പാത്തിൽ 10-12 മണിക്കൂർ വെയിൽ കൊണ്ടിട്ട് നിന്ന് കുറേ കാലങ്ങൾക്ക് പടച്ചോൻ തന്ന ഒരു എന്താ പറയുക ഗിഫ്റ്റ്, ദുനിയാവിലെ സ്വർഗം. പിന്നെ ചെയ്ത വർക്ക് ഷാൻ റഹ്മാനാണ് ഓർക്കസ്ട്ര ചെയ്തത്. അങ്ങനെ ഒരു ഫുട്ബോൾ ബേസ് ചെയ്തിട്ടുള്ള അന്ന് ആൽബം ടീം മൊത്തം അണിനിരന്നിട്ട് ഒരു ഫുട്ബോൾ പാട്ട് മലയാളം ചെയ്ത് റിക്കി മാർട്ടിന്റെ പാട്ടെടുത്ത് മലയാളത്തിൽ ചെയ്തു. അതിന്റെ പേര് ദിൽഹെ താജ്. ഓർമ്മയുണ്ട്? അടിപൊളി. അല്ല, അത്യാവശ്യം പഠിക്കണ്ടേ? അത് വേണം, പഠിച്ചിട്ട് വരണ്ടേ? ഇത് പഠിച്ച് അപ്പൊ അങ്ങനെ പിന്നീട് ലൈഫ് മൊത്തം ഹാപ്പിയാണ്. പക്ഷെ അന്ന് 15 വർഷം കിട്ടേണ്ടിയിരുന്ന പ്രോത്സാഹനങ്ങൾ, ഇഷ്ടം, സ്നേഹം അതെനിക്ക് 2025 കിട്ടിയത്. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. കാരണം എനിക്ക് വന്ന കോളുകൾ, മെസ്സേജുകൾ ഞാൻ പ്രതീക്ഷിക്കാത്ത യുകെന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പല ഫാമിലീസും വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് എല്ലാവർക്കും റീപ്ലൈ കൊടുത്തു. കാരണം ഇതെനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ വലിയൊരു അംഗീകാരം. എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഓഡിയൻസ് തന്നെയാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയയും പണ്ട് കാസറ്റ് വാങ്ങിയവരും CD വാങ്ങിയവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരൊക്കെയാണ്. അപ്പോൾ അവരോടൊക്കെ തിരിച്ച് സംസാരിക്കണം എന്ന് തോന്നി.
മെസ്സേജ് ചെയ്യുന്നവർക്കൊക്കെ റീപ്ലൈ ചെയ്ത്. ഉം. അപ്പം അതിനകത്ത് തന്നെ അവർ വണ്ടറായിട്ട് തിരിച്ചിട്ട് അയ്യോ നിങ്ങളൊക്കെ റീപ്ലൈ ചെയ്യോ? ഉം. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ഇപ്പോൾ രണ്ടാമത് എന്നെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സ്നേഹം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി, എനിക്ക് അവസരങ്ങളുണ്ട് കൂടി, അതിൻ്റെ എല്ലാത്തിൻ്റെ അവകാശികൾ അവർ തന്നെയാണ്. ഉം. നമുക്ക് കുറച്ച് കഴിവുണ്ടെങ്കിൽ നമ്മളെ പൊക്കാൻ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന കലയെ ഇഷ്ടപ്പെടുന്നവർ മതി. ഉം. ഉം. ആർക്കും ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചവർക്ക് വരെ വരാൻ പറ്റുമെന്ന് എനിക്ക് ബോധ്യമായി. ഉം. അതിന് പ്രോത്സാഹനം ഓഡിയൻസ് തന്നെയാണ്. ഉം. നമ്മുടെ കഴിവൊന്നും അവരുടെ മുന്നിൽ ഒന്നുമല്ല. ഉം. എന്തുകൊണ്ടും നമ്മളൊക്കെ അവരുടെ ദത്തുപുത്രന്മാരാ, ഉം. ഓഡിയൻസിന്റെ. നമ്മളെക്കാൾ വലിയ കലാകാരന്മാർ അവർ തന്നെയാണ്. ഇപ്പോൾ വീണ്ടും സ്റ്റേജിലേക്ക് വരുന്നതിന് ഇപ്പോൾ വിനീത് ശ്രീനിവാസനുമായിട്ട് ഒരു സ്റ്റേജ് പങ്കിടുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് കുറച്ചു കാലം മാറി നിന്നിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് സ്റ്റേജിലേക്ക് വീണ്ടും തിരിച്ചു വന്നത്? ഞാൻ മൊത്തത്തിൽ കലാകാരൻ എന്നുള്ള കുപ്പായ അഴിച്ചു വെച്ചാണ്. വേണ്ട, ഇനിയുള്ള ലൈഫ് സാധാ സീത, എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിക്കണം, എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളുള്ള പണികളൊക്കെ ചെയ്ത് ഞാൻ മുന്നോട്ട് പോകണമുണ്ട്. എന്നെ വിനീതിൻ്റെ കൂടെ എത്തിച്ചത് ഞാൻ കോഴിക്കോട് നിന്ന് ഒരു 5 വർഷം മാറി നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാ ഫീൽഡിലും അവരവരതായ മത്സരങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നു കഴിഞ്ഞപ്പം എൻ്റെ തട്ടകം ഞാൻ കൊല്ലത്തേക്ക് മാറ്റി. കൊല്ലത്ത് എനിക്ക് നല്ലൊരു അവസരം തന്നപ്പോൾ നൗഫലിക്ക, നമ്മുടെ എം നസീറിൻ്റെ അനിയൻ, ആ പുള്ളിയാണ് എന്നെ ഒരു മാപ്പിളപ്പാട്ട് സിംഗർ എന്നതിനപ്പുറത്തേക്ക് വലിയ വലിയ വേദികൾ നിന്ന്. ആങ്കറിങ് ഭയങ്കര ഇഷ്ടമാണ്, തുടക്കം മുതലുണ്ട്. ആ ആങ്കറിങ്ങിനോടൊപ്പം തന്നെ ഈ കിണു പാടാൻ തുടങ്ങി. അത് പുള്ളിക്ക് കൂടുതലായിട്ട് ഇഷ്ടമാവും. സ്റ്റേജിൽ ഞാനതൊരു ബെറ്റ് വെച്ചിട്ട് 1 ലക്ഷം രൂപ ബെറ്റ് വെച്ചിട്ടാണ് പാടാം. എനിക്ക് പാടാൻ പറ്റിയില്ലെങ്കിൽ 1 ലക്ഷം രൂപ തരും എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വിജയിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്ക് ഹാപ്പി. പുള്ളിയുടെ വീട്ടിൽ തന്നെയായിരുന്നു. ശരിക്കും എന്നെ സാമ്പത്തികമായിട്ട് പിന്നീട് നോക്കിയതും എനിക്ക് അതിലൂടെ ഒരു വരുമാനം തന്നതും ഒക്കെ പുള്ളിയാണ്. പിന്നെ വിനീതേട്ടൻ്റെ ഷോയ്ക്ക് കയറുക ഒരു സിനിമ കാണുന്ന രീതിയാണ് വിനീതേട്ടൻ്റെ ഷോ. നമ്മൾ സിനിമയെ കാണുന്ന വിനീത ശ്രീനിവാസനല്ല. ശരിക്കും ഞാൻ ആ പുള്ളിയുടെ ഫാനാണ്. ആ പ്രോഗ്രാമിൽ പോയാൽ എനിക്ക് കിട്ടുന്ന എനർജി എനിക്ക് അപ്പോൾ ആ പ്രോഗ്രാമിൽ പോയാൽ അയാളെ മാറി നിന്ന് ഞാൻ ശ്രദ്ധിക്കും, പാട്ടുകൾ കേൾക്കും, ആസ്വദിക്കും. അങ്ങനെ പിന്നെ സ്ഥിരമായി പോയി. അതിലൂടെയാണ് കുറേ സാമ്പത്തികമായിട്ട് എനിക്ക് കുറേ മാറ്റങ്ങളും ഗൾഫ് ഷോക്കൊക്കെ കിട്ടി തുടങ്ങി വിനീതേട്ടൻ്റെ. അതേ വിനീതേട്ടനും അതേ നൗഫലിക്കും തന്നെയാണ് രണ്ടാമതും ബേപ്പൂർ ഫെസ്റ്റിന് എന്നെ കൊണ്ട് ആങ്കർ ചെയ്യിച്ചത്. ആങ്കർ ചെയ്ത സമയത്ത് പാട്ട് പാടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ഇല്ല, ചിലപ്പോൾ പൊട്ടിപ്പോവും. പക്ഷെ അവരെന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല, അത് പടച്ചവൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഗിഫ്റ്റ് ആണെന്ന് അറിയില്ല. അവിടെ ഞാൻ ആങ്കർ ചെയ്തു, എൻ്റെ പണി തീർത്ത് ഞാൻ റൂമിലേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പം വീണ്ടും സ്റ്റേജിൽ വന്നിട്ട് സംസാരിക്കേണ്ടതെന്ന് പാട്ടിനേക്കാൾ കൂടുതൽ അന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു സംസാരത്തിൽ അവിടെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വേദിയായിരുന്നു അത്. അവിടെ ഒരു പ്രശ്നം പ്രയാസവും ഇല്ലാണ്ട് ആ പ്രോഗ്രാം തീർക്കാൻ പറ്റിയതിൽ ഒരു അവതാരകൻ എന്ന രീതിയിൽ എനിക്ക് എന്തോ പഠിച്ചോണ്ടൊരു ഗിഫ്റ്റ് തന്നു. സംസാരിക്കാനും അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ പറഞ്ഞതൊക്കെ ആളുകൾ അനുസരിച്ച് എന്നുള്ളതാണ്. കൂടുതലായിരുന്നു, പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, സാധാരണ ഉണ്ടാകും. അത് ബേപ്പൂർ ഫെസ്റ്റ് സീസൺ 4 ആണ്. അത് ഓരോ വർഷം കഴിയുമ്പോഴും ഭയങ്കരമായിട്ടും കോഴിക്കോട്ടുകാരല്ല, ശരിക്കും കേരളം മൊത്തമുള്ള ആളുകൾ അവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്ഥലം ചെറുതാണ്. ഒരു 10 ബീച്ചിൽ കൊള്ളേണ്ട ആളുകളാണെന്ന് ഒരൊറ്റ സ്പേസിലേക്ക് വന്നത്. ശരിക്കും അവിടെ മരണം നടക്കേണ്ടതായിരുന്നു അന്നത്തെ ആ ഒരു സംഭവം. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് നല്ല തക്കതായിട്ടുള്ള പോലീസുകാരുടെയും വളണ്ടിയേഴ്സിൻ്റെയും സംഘാടകരുടെയൊക്കെ ഇടപെടലുകൾ കൊണ്ട് അത് ഒന്നും സംഭവിക്കാണ്ട് വിജയിച്ച് പിരിയാൻ പറ്റി. അതിൻ്റെ ഒരു ഭാഗമായതിൽ ഞാൻ സന്തോഷിച്ചു. അപ്പം ആ ഒരു സ്റ്റേജിൽ എന്നെ ആങ്കറിന്റെ ഒരു മിടുക്കും കൂടെ ഉണ്ട്, എളിമ കൊണ്ട് പറയാത്തതാണ് കേട്ടോ. അല്ലേ, ദൈവിക പഠിച്ച നമുക്ക് തന്ന ഗിഫ്റ്റ് അത്രയുള്ള.